ഹേ ഹലോ ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു കൂർ ബ്ലോഗ്സ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു സ്ഥലം വരെ ഇങ്ങനെ പോവാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തോ ഒരു ഓക്കെ ബൈ ഓക്കെ പോവാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തോ ഒരു പൂതി മനസ്സിൽ വന്നു. പൂതികൾ മനസ്സിൽ വന്നാൽ വെക്കാൻ പറ്റില്ല, പിന്നെ അധികം വെച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ ഇന്ന് 8 ജൂലൈ 2024. ഇത് എപ്പോൾ റിലീസാവും എങ്ങനെ റിലീസാവും ഒന്നും അറിയില്ല. അപ്പോൾ ഞാൻ അവിടം വരെ പോകുന്നുള്ളതാണ്. എന്താവും ഏതാവും നോക്കാൻ പറ്റും. എന്തിനാ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്താ പൂതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു റോയൽ എൻഫീൽഡിൻ്റെ ഒരു വണ്ടി വേണം. സോ ഇപ്പോൾ ഈ വീഡിയോ മിക്കവാറും വന്നിട്ടുണ്ടെങ്കിൽ ടൈറ്റിലും തമിഴിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ആ വണ്ടിക്ക് വേണ്ടിയിട്ടുള്ള ഒരു യാത്രയാണിത്. അപ്പോൾ ഷോറൂം ഉള്ളത് കുശാൽ നഗര. സോ വി ആർ ഗോയിങ് റൈറ്റ് നൗ ടു കുശാൽ നഗര. അപ്പോൾ എങ്ങനെ എന്താ ഏതാ ഒന്നും അറിയില്ല. കയ്യിൽ പൈസ കാര്യം ഉണ്ടായിട്ടല്ല, പക്ഷെ എന്തോ ഒരു പൂതി വന്നു മനസ്സിൽ വേണോ എന്നൊരു ആഗ്രഹം വന്നു. അപ്പം അത് ആഗ്രഹങ്ങൾ തീർക്കാനല്ലേ മനുഷ്യന്മാർ ഇങ്ങനെ ജീവിക്കുന്നില്ല അല്ലേ? പിന്നെ എന്തിനാ ജീവിച്ചിട്ട് കാര്യമില്ല? നമ്മളെ ആഗ്രഹങ്ങൾ എന്താ അത് ആദ്യം തീർക്കുക. സോ ഇപ്പോൾ ഇത് എൻ്റെ ഫോണിപ്പോൾ മൗണ്ട് ചെയ്തിരിക്കുന്നത് ഭയങ്കര ഒരു കോമഡി സിറ്റുവേഷനില്ല. പക്ഷെ ഇങ്ങനെ അല്ലാണ്ട് വേറൊരു ഓപ്ഷൻ ഇല്ല. സോ അത് ക്യാമറ ആംഗിൾ ചേഞ്ച് ആകുന്നുണ്ടോ എന്നൊരു ഡൗട്ട് ഉണ്ട്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിക്കുക തൽക്കാലം. അത് നമ്മളെ മൊബൈൽ ഹോൾഡറിൻ്റെ ബാക്ക് കവർ ഊരിയിട്ട് ഫ്രണ്ടിലേക്ക് ഡിസ്പ്ലേയിലേക്ക് വെച്ചിട്ട് ഇപ്പോൾ ഇത് റെക്കോർഡ് ആകുന്നുണ്ടോ ഇല്ലെന്നും കൂടി എനിക്കിപ്പോൾ അത്ര ഉറപ്പില്ല, അത് ഏത് കണ്ടീഷനിലാവുന്നുണ്ടെന്നും പോലും. സോ അപ്പോൾ അങ്ങനെ ഒരു ആഗ്രഹം വന്നിട്ടല്ലേ. അപ്പോൾ റോയൽ എൻഫീൽഡിലെ ഹിമാലയൻ 450 എടുക്കാനാണ് പ്ലാന്. റൈറ്റ് നൗ ഐ എം ഗോയിങ് ദേർ. അവിടെ പോയിട്ട് അവിടുത്തെ കാര്യങ്ങളും എൻ്റെ ബാങ്കിലെ കാര്യങ്ങളും ഒന്ന് സോർട്ട് ഔട്ട് ആക്കിയിട്ട് പറ്റിയില്ലെങ്കിൽ 8th of July, മോസ്റ്റ്ലി 12th or 13th of Julyൻ്റെ ഉള്ളിൽ നമ്മളെ വണ്ടി നമ്മൾ ഇറക്കി. സോ ഞാനിപ്പോൾ നമ്മളെ ഗോണിയപ്പ കുശാൽ മൈസൂർ റൂട്ടിലാണ്. വണ്ടി എടുക്കാൻ ആഗ്രഹം വരാനും ഒരു കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ വ്ളോഗും നമ്മളെ ചാനലും ഒന്ന് ആക്റ്റീവ് ചെയ്യുക. എത്ര കാലം എന്ന് വെച്ചാൽ നമ്മളെ ചാനൽ ആക്റ്റീവ് ഇല്ലാണ്ടിരിക്കുക. അപ്പോൾ അതൊന്ന് ആക്റ്റീവ് ചെയ്യാം. പിന്നെ മനുഷ്യനല്ലേ, എല്ലാവർക്കും ജീവിക്കാൻ ആശ ഉണ്ടാവില്ലേ? അപ്പോൾ ആശയുള്ള പോലെ ജീവിച്ച് തീർക്കാന്നൊരു ഇത് വന്നുകൊണ്ടാണ്, ചിന്ത വന്നുകൊണ്ടാണ് ഇപ്പോൾ പോകുന്നില്ലേ. ഒരേ പണി എന്നിട്ടൊന്നും ഒരു കാര്യമില്ല. ലോകം കാണണ്ടേ നമ്മൾ? വെറും പണിയെടുത്തിട്ട് കാര്യമുണ്ടാ? അതില്ല. അപ്പോൾ അതിൻ്റെ കൂടെ പണിയായിട്ട് ഇതൊരു ഓപ്ഷൻ. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ഉണ്ട്, എന്നെ സപ്പോർട്ട് ചെയ്യുന്നുള്ളൊരു ധാരണ കൊണ്ടാണ് ഇതിനെല്ലാം ഇപ്പോൾ ഇറങ്ങുന്നില്ലേ. കയ്യിൽ പൈസ ഉണ്ടായിട്ട് കാര്യം ഉണ്ടായിട്ടൊന്നുമല്ല, ലോണിലാണ് സാധനം. അപ്പോൾ എൻ്റെ അടവിനുള്ള വരവെങ്കിലും എനിക്ക് യൂട്യൂബ് അതിന് കിട്ടിക്കഴിഞ്ഞാൽ അത് അത്രയും ഒരു സന്തോഷമായിരിക്കും. ഓക്കെ, സോ നമുക്ക് എന്താന്നുള്ളത് മുമ്പോട്ട് നോക്കാം. ബൈ. പിന്നെ ഒരു കാര്യം കൂടി, ഞാൻ ഇത് മൗണ്ട് ചെയ്തത് എങ്ങനെയാണെന്നൊന്നും കാണിച്ചില്ല. ഓക്കെ, ഒന്ന് എടുത്തോട്ടെ. സോ ഇവിടെ കാണാം, ഇതാണ് മൊബൈൽ മൗണ്ട്. അതിനകത്ത് ഇതിപ്പോൾ തിരിച്ചിട്ടില്ല. സോ ഇത് ഇങ്ങനെയല്ലേ. ഓക്കെ, ഇങ്ങനെയാണ് ഇതിലുള്ള സെറ്റപ്പ്. കണ്ടത് വിചാരിക്കുന്നത്. സോ നമുക്ക് അവിടെ എത്തിയിട്ടുള്ള വ്ളോഗും കാര്യമൊക്കെ കാണാം. സോ നമ്മളിതാ ഓൾമോസ്റ്റ് പ്രിയപ്പെട്ട റീച്ച് ആയിക്കൊണ്ടുണ്ട്. ഇവിടെ കാണാം കൃഷിസ്ഥലങ്ങൾ. ഈ കാണുന്നൊക്കെ കൃഷിസ്ഥലങ്ങളാണ്. കൃഷിക്ക് പേരുകേട്ട സ്ഥലമാണ് ഈ എന്താ പറയുക, ഹുൺസൂറും അതേപോലെ പെരിയാപട്ടണയൊക്കെ. നല്ല ജോളം നട്ടിട്ടുണ്ട്. ജോളം സൈഡിലൊക്കെ കാണാം. ജോളം ഈ ഒരു ഏരിയ ഫുള്ള് അതന്നെ ഉള്ളു. കാണുന്നില്ലല്ലോ. അപ്പോൾ ഇതെല്ലാം ഒന്ന് എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ ഇവിടേക്ക് വരാണ്ടിപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ വൈക്ക് പോകുന്ന വൈക്ക് കാണിച്ചു തന്നിട്ട് നിങ്ങൾക്ക് ഒന്നും കാണാനുണ്ടാവില്ല, എനിക്കൊന്ന് കാണിച്ച് മര്യാദയ്ക്ക് പറയാനും ഉണ്ടാവില്ല. അപ്പോൾ എന്തായാലും വരുന്നുണ്ട്, ഒബ്വിയസ്ലി വരണം. ഈ വൈക്കെല്ലാം ഒന്ന് ഇറങ്ങണം. ഇതൊക്കെ കണ്ട എന്താ പറയുക, പുകല എന്ന് പറയും. പുകല ഐറ്റംസാണ് ഇവിടെ കാണുന്നുണ്ട്. വണ്ടിയിൽ ലോഡ് ചെയ്തിട്ട് അവർ വരുന്നുണ്ട്. നമുക്ക് എന്തായാലും ഇവിടെയൊക്കെ വന്നിട്ടൊന്ന് നമുക്ക് നമ്മൾ അടുത്തുള്ള നാടുകളൊക്കെ ഒന്ന് കണ്ടിട്ട് ഇവിടെയുള്ള കൃഷിസ്ഥാനങ്ങളോ ഒക്കെ ഒന്ന് കണ്ടിട്ട് നമുക്ക് പോകണം. പുകല വണ്ടിയിൽ കയറി പോന്നെ. ഓക്കെ, ശരി. സോ ഗൈസ്, റൈറ്റ് നൗ ഇപ്പോൾ നമ്മൾ കുശാനഗർ എത്തി. ആൾമോസ്റ്റ് ഷോറൂം എത്തി. ഷോറൂമിൽ പോയിട്ട് വണ്ടിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും
വി ആർ റീച്ച്ഡ്. ചില എത്തി. അതാ ആ കാണുന്ന ബിൽഡിംഗ് ആണ് റോയൽ എൻഫീൽഡ് ഷോറൂം. പോയിട്ട് വിലയും കാര്യങ്ങളും ഒക്കെ അറിഞ്ഞിട്ട്. അപ്പോൾ ബാങ്കിൽ നിന്നുള്ള ഗ്രീൻ സിഗ്നൽ ആയിനി ഓൾറെഡി. ബാങ്കിൽ നിന്നുള്ള ഗ്രീൻ സിഗ്നൽ കിട്ടിയിരിക്കുകയാണ്. സോ ലെറ്റ് മീ പാർക്ക് ഹിയർ. We have SD here. SD Royal Enfield. Yeah, Royal Enfield. Let's go and check it out. Okay. Okay, രണ്ടും ഒന്നായിട്ട് കമ്പയർ ചെയ്യാൻ കിട്ടി. 411 450. പക്ഷേ ഞാൻ അധികം പ്രിഫർ ചെയ്തത് 411 ആട്ടാ. പക്ഷേ 411 ഇപ്പോൾ ഐ തിങ്ക് ഡിസ്കണ്ടിന്യൂ ആയിരിക്കുകയാണ്. സോ 450 എനിക്ക് അത്ര വലിയ താല്പര്യം ഉണ്ടായിട്ടല്ല. ഹിമാലയൻ റോയൽ എൻഫീൽഡ് അതാണ് ഈ 450ലേക്കുള്ള വരാനുള്ള കാരണം. എൻ്റെ ഇപ്പോൾ സെലക്റ്റഡ് കളറ് ഇത് ഗാസ ബ്രൗണാണ്. എൻ്റേത് പോപ്പി ബ്ലൂ. അപ്പോൾ 411 450 ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് അടിച്ച് നോക്കാം എന്തിനും. എൻ്റെ കാർ കിടപ്പുണ്ടാവും. ഓക്കെ. സോ ഗൈസേ ഫൈനലി അപ്പോൾ അങ്ങനെ അയ്യോ കിച്ചൺ സോറി കണ്ടിട്ടില്ല. അപ്പോൾ അങ്ങനെ നമ്മളെന്തൊക്കെ അപ്പോൾ അങ്ങനെ നമ്മളത് എല്ലാ ബുക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയി. അപ്പോൾ 11th of July അതായത് ഈ വരുന്ന വ്യാഴാഴ്ച വണ്ടി ഡെലിവറി എടുക്കും. അപ്പോൾ ഇന്ന് 9th of July ആണ്. ഇത് കണ്ടില്ലേ ഷോപ്പ് ഉണ്ട കാണിച്ചത് ഇതന്നെ നമ്മളെ ഷോപ്പ് ഐസ് വേൾഡ്. ഓക്കെ. അപ്പോൾ നമുക്കിനി 11th of Julyക്ക് ഡെലിവറി ദിവസം കാണാം. ഓക്കെ ബൈ. സോ ഹേ ഗൈസ്, അപ്പോൾ വൺസ് അഗൈൻ വെൽക്കം ബാക്ക്. അപ്പോൾ ഇത് 3rd ഡേ ഐ മീൻ 11th of June ആണ്. 11th of March ആണ് എൻ്റെ ബർത്ത് ഡേറ്റ്. സോ 11th of June ജൂലൈ ഇത് ഏതോ എനിത്തിങ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഡെലിവറി എടുക്കാൻ വേണ്ടിയിട്ട് കുശാൽനഗർ പോവാണ്. അപ്പോൾ നമ്മളെ 3 കൊല്ലത്തെ എൻ്റെ ഡ്രീം. അപ്പോൾ നിങ്ങൾ ചോദിക്കും ഇതെപ്പോൾ ഇടുന്നു ഇപ്പോൾ പുതിയതായിട്ട് പൊട്ടിമുളച്ച് 3 കൊല്ലത്തെ ഡ്രീം എന്നല്ലേ. 3 കൊല്ലം മുന്നേ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ നമ്മളെ ഹോൾസെയിൽ ഷോപ്പ് മൊബൈൽസിൻ്റെ ആക്സസറീസിൻ്റെ ഒക്കെ ഷോപ്പ് കുശാൽനഗർ സെൽ പാർക്ക് ഉണ്ടായിരുന്നു. ഇപ്പോൾ പ്രസൻറ്റ് ഇല്ല. അപ്പോൾ അതിൻ്റെ എല്ലാം ഡയറക്റ്റ് ഓപ്പോസിറ്റ് ആയിരുന്നു. ഞാൻ ഇപ്പോൾ പോകുവാണെങ്കിൽ കാണിച്ചു തരാം ബിൽഡിംഗ്. അതിൻ്റെ ഓപ്പോസിറ്റാണ് റോയൽ എൻഫീൽഡിൻ്റെ ഷോറൂം ഉണ്ടായത്. ആ 3 കൊല്ലം മുന്നേ ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും പോയിട്ട് എൻഫീൽഡിന് എൻക്വയറി ആക്കി. അപ്പോൾ എത്ര ഡൗൺ പേയ്മെൻറ്റ് അടക്കണോ, എത്ര ലോണ്, കാര്യം അന്നേരം വലിയ താക്കത്തുണ്ടായിട്ടില്ല. അപ്പോൾ പോയി ചോദിച്ചാലോ അന്നേരം കാർ ഉണ്ടായിട്ടില്ല, ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ അവർ പറഞ്ഞ് 80,000 ഡൗൺ പേയ്മെൻറ്റ്, ബാക്കി എന്താ ലോണ് 411 കേട്ടോ. അപ്പോൾ ഈ 80,000 ഡൗൺ പേയ്മെൻ്റ് ആക്കുന്നത് കാൽക്കുലേറ്റ് ആക്കി നോക്കുമ്പോൾ ഇൻട്രസ്റ്റിലേക്കാണ് പോകുന്നത്. ഞാൻ പറഞ്ഞു അല്ലോ 80,000 ഇൻട്രസ്റ്റിലേക്കാ വേണ്ടപ്പാ, കാർ മേടിക്കാം 80,000 ഒരു 1800 മേടിക്കാം. ബട്ട് ലൈഫ് ഗോസ് ലൈക്ക് ദിസ് ഓൺലി. അപ്പോൾ എന്താ നമ്മളൊന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഓനൊന്ന് വിചാരിച്ചിട്ടുണ്ടാവും. ആ ഒരു സമയത്ത് എന്തായാലും അത് നടക്കും. ഇപ്പോഴും അതാണ് നടക്കാൻ പോകുന്നുള്ളത്. അപ്പോൾ എന്തായാലും കുശാൽനഗർ എത്തുന്നതിന് എന്തെങ്കിലും വീഡിയോ എടുക്കാൻ പറ്റുമോ എന്നറിയില്ല. ഫാമിലി ഉണ്ടാവും, നോക്കാം. പറ്റുകയാണെങ്കിൽ വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും കുശാൽനഗറിനെ പറ്റി അവിടെ നിന്നുള്ള ഡെലിവറി വീഡിയോസ് കാണാം കേട്ടോ. This kid is special. Been working with him for a while. I've never seen anything like it. You put this kid behind the wheel. സോ ഗൈസ് ഫൈനലി ഡെലിവറി കഴിഞ്ഞു. അപ്പോൾ ക്രാഷ് കാർഡ് എടുക്കുന്ന ഇപ്പോൾ എനിക്ക് ക്രാഷ് കാർഡ് തൽക്കാലം വേണ്ടെന്ന് വെച്ചു. റോയൽ എൻഫീൽഡ് കുശാൽനഗർ അടിപൊളി. എന്താ പറയുക, അവരെ സർവീസ് ആയാലും പ്രവൃത്തികളായാലും എല്ലാം ഇതുവരെയും ടോപ്പ് നോച്ച് ആയിരുന്നു. എല്ലാ സപ്പോർട്ടും ഉണ്ടായിരുന്നു അവരുടെ. അപ്പോൾ ഇനി എന്താ നെക്സ്റ്റ് ഇപ്പോൾ ഡെലിവറി കഴിഞ്ഞു. ഇനി അടുത്ത വീഡിയോ എന്താ വരുന്നത് നോക്കിയിട്ട് അപ്പോൾ കാണാം. അപ്പോൾ അതായിരിക്കും എന്താ ബൈ ബൈ. ഇതാ ഫുള്ള് മെനക്കെടാൻ തഫ്സീണ്ട് ബാക്കിൽ. അപ്പോൾ ഒരു ബായ് പറഞ്ഞേ, വ്ളോഗ് കുറേ നാൾക്ക് വെച്ചിട്ട് കയറാൻ പോകുന്നുണ്ട്. അതുണ്ട്. ഓക്കെ ബൈ. സോ ഗൈസേ നമ്മളപ്പോൾ അങ്ങനെ ചിക്ലിയോടേക്ക് വന്നിരിക്കുക. ചിക്ലിയോടേക്ക് എന്തിനു വന്നേ? വെറുതെ വന്നേ, കാണാൻ വന്നേ. നോക്കുമ്പോൾ നല്ല രീതിക്ക് വള്ളലുണ്ട്. അപ്പോൾ വണ്ടി ഓടിച്ച എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ പറയും. ഫസ്റ്റ് എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? എന്താ പറയുന്നത്? വണ്ടി സൂപ്പറാ. എന്താ പറയാ, എനിക്ക് ഇപ്പോഴും
എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നമ്മള് ഹിമാലയ ഞാൻ എടുത്തെന്ന് പറയുമ്പോ ഇപ്പോഴും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അപ്പോ എനിക്ക് പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല. ഞാൻ ഇവിടെ അതാ ചോദിച്ചോണ്ടേ ഞാൻ ഇത് എടുത്താ ഇപ്പോഴും എന്തായാലും നമ്മളെ വണ്ടി എടുത്ത് ഹിമാലയ നമ്മളെ കയ്യിലാണ് ഇപ്പം. അപ്പോൾ ചിക്ലിയോള വന്നിട്ടുണ്ട്. എന്താ കാണി വ്യൂ കാണി, വെള്ളം ഫുള്ളായിട്ടുള്ള ഡാമിൽ. നമുക്ക് അവിടെ ഡെഡ് എൻഡ് പോയിട്ടുള്ള വീഡിയോ കാണാം. എന്താ ഇപ്പോൾ ഓവർഫ്ലോ ആയിക്കൊണ്ടിരിക്കുകയാണ് ഡാം. മീൻ വലിയാൻ തോന്നുന്നു, മീൻ പോകാണ്ടിരിക്കാനുള്ള വലിയാൻ തോന്നുന്നുണ്ട്. ഡാൻസ് എല്ലാം കളിച്ചോണ്ടെടുത്ത് പോകുന്നാടെ, അങ്ങോട്ട് പോയിട്ട് നോക്കാം. ഓക്കെ, സോ ദിസ് ഈസ് ചിക്ലിയോള ഡാം. ഈ രീതിക്കാണ് ചിക്ലിയോള. കുറച്ചും കൂടി ഒന്ന് ആക്റ്റീവ് ആവും ചിക്ലിയോള ഡാം. അപ്പോൾ ഇപ്പോഴത്തെ രീതി ഇതാണ്, ഓവർഫ്ലോ കാണുന്നുണ്ടോ? ഈ ഓവർഫ്ലോ ഇങ്ങനെ പോകുന്നുണ്ടോ? അപ്പോൾ താഴെ കുറച്ച് അങ്ങോട്ട് പോയി ഇങ്ങനെ കുളിക്കാനുള്ളതൊക്കെ ഉണ്ടാവും സൗകര്യം. യെസ്, ഇതാണ് ചിക്ലിയോള ഡാം, കണ്ടില്ലേ? അപ്പോൾ എന്തായാലും നമുക്ക് ഗോണി ഇപ്പോൾ പോകുന്ന വഴിക്ക് കാണാം.